ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കുക്കിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് 120 ഗ്രാം പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇത് ചൂടാക്കാൻ വെക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് തവിയോ അല്ലെങ്കിൽ സ്പൂണോ ഒന്നും വെച്ച് ഇളക്കി കൊടുക്കരുത്. നമ്മളങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ സ്പൂണിലും അതേപോലെ ഈ പാത്രത്തിലൊക്കെ നമുക്കിതൊന്ന് പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒരുപോലെ മെൽറ്റായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പാത്രം വെച്ച് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ഇതിങ്ങനെ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. ഇപ്പം നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു സ്പൂണ് വെച്ച് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലാണ് ആവശ്യമായത്. അത് നമുക്ക് 500 പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഫസ്റ്റ് ഒഴിക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ്. അത് ഈ ഒരു കപ്പിന് 250 ml കപ്പാണ്. ഈ ഒരു കപ്പിന് 2 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ പഞ്ചസാരയിൽ കുറച്ച് കട്ടയൊക്കെ ഉണ്ടാവും. ഇത് ഒഴിക്കുന്ന ടൈമിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതൊന്ന് ചൂടാവുമ്പോൾ തന്നെ, പാല് ചൂടാവുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ അത് കട്ടായിട്ട് നിൽക്കൂലേ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പാൽ ഒഴിച്ചു കൊടുത്തപ്പോൾ അത് കട്ടായിട്ട് നിൽക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ തിള വരുമ്പോൾ തന്നെ അലിഞ്ഞ് കിട്ടും. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് നമുക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പഞ്ചസാര മെൽറ്റാക്കി ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് മധുരമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ടയാണ് ആവശ്യമായത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമ്മൾ കേക്കൊന്നും ചെയ്യുന്ന പോലെ നന്നായിട്ട് പതപ്പിച്ചെടുക്കൊന്നും വേണ്ട. നമുക്കിതൊന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 3/4 ടീസ്പൂണോളം വാനില എസൻസ് ആണ് ആവശ്യമായത്. അതുകൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്തത് മുട്ടയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് ഒന്ന് അരിച്ച് ചേർക്കാം. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അരിപ്പയിൽ അരിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ചേർക്കുന്നത് നമ്മുടെ മുട്ടയുടെ കട്ടകളൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്കിതിലേക്ക് വീഴാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമുക്കിതൊന്ന് ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു ഷീറ്റ് വെച്ച് ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് മുറിച്ച് കൊടുത്ത് ഓരോരോ കപ്പും നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഓരോ ഗ്ലാസ്സുകളും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു പാത്രം വെച്ച് അതിലേക്കായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച ഗ്ലാസ്സുകൾ ഇതിൽ വെച്ച് കൊടുക്കാനാണ്. ആ ഗ്ലാസ്സുകളുടെ ഒരു പകുതി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇത് നമ്മൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇത് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കടല ക്രഷ് ചെയ്തതാണ്. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുമ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ കയ്യിലുള്ള എന്ത് നട്ട്സ് കൊണ്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.